എം മുകേഷ് എംഎൽഎക്കെതിരായ പീഡന പരാതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എം വിൻസെന്റിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും പേര് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീ പീഡനത്തിന് ജയിലിൽ കിടന്നയാൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനൊപ്പമില്ലേ? ആരോപണം ഉയർന്നപ്പോൾ അവരെയെല്ലാം കോൺഗ്രസ് പുറത്താക്കിയിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാൾ ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കിനോ? പുറത്താക്കപ്പെട്ടിനോ? ഈ MLA-മാരായിട്ടുള്ള ചിലർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ? ഇവിടുത്തെ ജില്ലയിലൊരു MLA ഇല്ലേനോ കോൺഗ്രസിൻ്റെ? എന്തേനോ അദ്ദേഹത്തിൻ്റെ പേര്? എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തൊരു MLA വിൻസെന്റ്. അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? മോസിന ചേരുന്നുണ്ട്. മോസിന, മഹത്തായ തീരുമാനമൊന്നുമല്ല കോൺഗ്രസ് എടുത്തത് എന്നായിരുന്നു CPM-ന്റെ വാദങ്ങൾ. മുഖ്യമന്ത്രിയും അത് ആവർത്തിക്കുകയാണ്. അത്ര മഹത്വവൽക്കരിക്കാൻ മാത്രമുള്ള തീരുമാനമല്ല. കാരണം നേരത്തെ ആരോപണം ഏറ്റിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും പ്രതിപക്ഷത്തിനൊപ്പം തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മുകേഷിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? എങ്ങനെ പ്രതിരോധിക്കുന്നുവോ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് മാതൃകാപരമായ ഒരു തീരുമാനമല്ലേ? എന്തുകൊണ്ട് CPM ഇത്തരത്തിൽ പ്രത്യേകിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മുകേഷ് MLA-യുടെ കാര്യം കൃത്യമായി തന്നെയായിരുന്നു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അതായത് ഈ കാര്യങ്ങൾ കോൺഗ്രസ് വലിയ ആർജവത്തോടെ ഇത് അവർ എടുത്ത മാതൃകാപരമായ തീരുമാനമെന്ന് പറയുന്ന ആ സമയത്ത് തന്നെ ആ നേതാവിൻ്റെ അടുക്കൽ തന്നെ ചിലപ്പോൾ ജയിലിൽ കിടന്ന ഏതെങ്കിലും MLA-യോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാവോ ഇരിക്കുന്നുണ്ടാവും. അവരെ പുറത്താക്കിക്കൊണ്ടാണോ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ള മറു ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചോദിച്ചത്. അതായത് പേരെടുത്ത് പറഞ്ഞു എൽദോസ് കുന്നപ്പള്ളി, അതുപോലത്തെ M വിൻസെന്റ്, ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും കേസും ജയിലിൽ കിടന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ള MLA-മാരൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ മാതൃകാപരമായ കാര്യം സ്വീകരിച്ചു എന്നൊരു നിലപാട് കോൺഗ്രസ് പറയുന്നത് എന്നത് ഒരു പരിഹാസ ചിരിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്. മാത്രമല്ല തുടക്കത്തിൽ ഇതിനൊരു നിലപാടൊന്നും ഉണ്ടായിരുന്നുമില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്ക സമയത്ത് ചില പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചില പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതികരണം, ഒരു രൂക്ഷമായിട്ടുള്ള പ്രതികരണം വരും. ചില അനുയായികൾ ഈ പ്രമുഖർ സംസാരിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ അതിന് പ്രതിരോധിക്കാൻ രംഗത്ത് വരും. അത്തരത്തിൽ പരമാവധി സംരക്ഷിച്ച് നിർത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയും അത് വലിയ രീതിയിൽ മാതൃകാപരം എന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ ഒരു ചിരിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇതിന് ഒരു പരിഹാസ ചിരിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ചോദ്യത്തിനെ നേരിട്ടത്. ധന്യ. ശരി മോസന.